പ്രിയപ്പെട്ടവരെ, അവരോട് ഈശോ പറയുന്ന കാര്യം, ഞാൻ തരുന്ന ജലം നീ കുടിക്കണം. വീണ്ടും നമുക്കറിയാം യോഹന്നാൻ 7:37 വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ ജീവജലത്തിന്റെ അരുവി ഒഴുകും. ദാഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, യേശു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദാഹം എന്ന് പറയുന്നത്, ആ ദാഹം അർത്ഥം വയ്ക്കുന്നത് യേശു ആണ്. അല്ലെങ്കിൽ ദാഹിക്കുന്നവർ യേശുവിൻ്റെ അടുത്തേക്കാണ് വരേണ്ടത് എന്ന് അവിടെ സുവിശേഷം ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം അവരുടെ പാർശ്വത്തിൽ ബോധം കൊണ്ടുവരുത്തി അതിന് തൊട്ട് താഴെ വരുന്ന വചനഭാഗം ഇതാണ്, അവിടെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് വെച്ചാൽ ഈ ദാഹം മാറ്റുന്നത് അത് പരിശുദ്ധാത്മാവാണ്. ഈ ദാഹം മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ദാഹജലം അത് പരിശുദ്ധാത്മാവാണ്. അത് കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല. അതിനെ നൽകുന്നത് യേശുവിൻ്റെ കുരിശുമരണം വഴിയാണ്. അപ്പോൾ മാനുഷിക ജീവിതത്തിൽ സഹനമുണ്ട്, ദാഹമുണ്ട്. ഈ ദാഹം മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് യേശുവിൻ്റെ മാനുഷികമായൊരു ഫലമാണ്. എനിക്ക് ദാഹിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതിനും വേണ്ടിയുള്ള ദാഹമുണ്ട്. ഈ ദാഹം നമുക്കുണ്ട്. ഈ ദാഹം മറ്റൊന്നുകൊണ്ട് മാറിപ്പോകുന്നതല്ല, ഭൗതികത കൊണ്ട് ലോകത്തിന്റെ കാര്യങ്ങൾ മാറുന്നതല്ല, സ്നേഹിക്കപ്പെടുന്ന